വെൽക്കം ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ നമ്പേഴ്സിനെയും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള സ്ക്വയർ റൂട്ട് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, സ്ക്വയർ റൂട്ട്. ഒരു നമ്പറിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്, അല്ലേ? അപ്പോൾ ആ ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4 ആണ്, അല്ലേ? അപ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് 2 എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, 4 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. ഈ സ്ക്വയർ നമ്പറിൻ്റെ റൂട്ട് എന്താണ്? 2 ആണ് എന്ന് പറയാം. ഓക്കെ, സ്ക്വയർ റൂട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. സ്ക്വയർ റൂട്ട് 4, ഇത് റീഡ് ചെയ്യുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4 അല്ലെങ്കിൽ റൂട്ട് 4 എന്നാണ്. ഓക്കെ, റൂട്ട് 4 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം? 2 ആണ് എന്ന് പറയാം. ഓക്കെ, 5 × 5 എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് ഏതാണ്? ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തത് ആ നമ്പറാണ് നമ്മൾ സ്ക്വയർ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 5. ഓക്കെ, 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ അല്ലേ? അതുപോലെ -5 × -5 ആണെങ്കിലോ എഗെയിൻ 25 ആണ്, പോസിറ്റീവ് 25 ആണ്. സോ നമുക്ക് സ്ക്വയർ റൂട്ട് എന്ന് 25 എന്ന് പറയുന്നത് -5 ആണെന്നും പറയാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 +5 കിട്ടി, സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് -5 കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് +or-5 ആണ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് 2 സ്ക്വയർ റൂട്ട്സ് ഉണ്ടായിരിക്കും. പോസിറ്റീവ് സ്ക്വയർ റൂട്ടും ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് സ്ക്വയർ റൂട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലസ് മാത്രമാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ സയൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. 5 എന്ന് സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് ജസ്റ്റ് 5 എന്ന് മാത്രമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് മനസ്സിലായോ? അപ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് n² എന്ന് പറയുന്നത് എന്തായിരിക്കും? n ആയിരിക്കും. ഓക്കെ, +or-n ആയിരിക്കും. ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് 2 സ്ക്വയർ റൂട്ട് ഉണ്ടായിരിക്കും, പോസിറ്റീവ് സ്ക്വയർ റൂട്ടും നെഗറ്റീവ് സ്ക്വയർ റൂട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ 3 മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1. രണ്ടാമത്തെ മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എസ്റ്റിമേഷൻ മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 മെത്തേഡിലൂടെ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ മെത്തേഡും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1. എന്താണ് നമ്മൾ ചെയ്യുന്നത്? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. ഏത് നമ്പറിൻ്റെയാണ്? ഓഡ് നമ്പേഴ്സ്. ഓക്കെ, റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് എഴുതാം. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1. ഓക്കെ, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? 1, 3, 5, 7, 9, 11, 13 ഇങ്ങനെ എഴുതുന്നതാണ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അല്ലേ? അപ്പോൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ആണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് √25 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് √25 നിന്ന് ഫസ്റ്റ് ഓഡ് നമ്പർ ആയിട്ടുള്ള 1 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 24 കിട്ടുന്നു. രണ്ടാമത് നമ്മൾ ഈ 24ൽ നിന്നും രണ്ടാമത്തെ ഓഡ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു, 3. അപ്പോൾ നമുക്ക് 21 കിട്ടുന്നു. ദെൻ 21ൽ നിന്ന് അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 5 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 16 കിട്ടുന്നു. 16ൽ നിന്ന് നെക്സ്റ്റ് ഓഡ് നമ്പർ 7 സബ്ട്രാക്ട് ചെയ്യുന്നു, 9. 9ൽ നിന്ന് അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷനിൽ ചെയ്യേണ്ടത് 0 കിട്ടുന്നത് വരെ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, എവിടെ വരെയാണ്? 0 കിട്ടുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? എത്ര സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു.
ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അല്ലേ? 5 തവണ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഈ 5 തവണ എന്നുള്ളതാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? 5 എന്ന് പറയാം. ഓക്കെ, എത്ര തവണ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു അതാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വേറൊരു നമ്പർ നമുക്ക് 38 കൺസിഡർ ചെയ്ത് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 38 എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 38ൽ നിന്ന് ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു, 37. ദെൻ 37ൽ നിന്ന് സെക്കൻഡ് നമ്പർ 34, 34ൽ നിന്ന് തേർഡ് നമ്പർ 5, 29. ദെൻ 29ൽ നിന്ന് അടുത്ത നമ്പർ 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 22. ദെൻ 22ൽ നിന്ന് അടുത്ത നമ്പറായിട്ടുള്ള 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 13. ദെൻ 13ൽ നിന്ന് അടുത്ത നമ്പറായിട്ടുള്ള 11 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2. ദെൻ 2വിൽ നിന്ന് നെക്സ്റ്റ് നമ്പർ 13 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -11. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 0 കിട്ടിയില്ല, പകരം എന്താണ്? നെഗറ്റീവ് നമ്പറാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ 38 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ 0 വരികയാണെങ്കിൽ മാത്രമാണ് ആ നമ്പർ എന്താവുന്നത്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആകുന്നത്. അല്ല എങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, വേറൊരു നമ്പർ കൂടി നമുക്ക് നോക്കാം. സോ സ്ക്വയർ റൂട്ട് ഓഫ് 81 ചെയ്ത് നോക്കാം, എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 81 - 1 80. ദെൻ 80 - 3 77. ദെൻ 77 - 5 72. 72 - 7 65. ദെൻ 65 - 9 56. 56 - 11 45. 45 - 13 32. 32 - 15 17. ദെൻ 17 - 17 0. അപ്പോൾ തേർഡ് വണ്ണിൽ നമുക്ക് ലാസ്റ്റ് 0 വന്നു അല്ലേ? 81 ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് 0 ആണ് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക? അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്? കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് അല്ലേ? സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9. സോ 9 സ്റ്റെപ്പാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്ന് പറയുന്നത് 9 ആണ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോൺസിക്യൂട്ടീവ് ആയിട്ട് ഓഡ് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എവിടെ വരെ സബ്ട്രാക്ട് ചെയ്യണം? 0 കിട്ടുന്നത് വരെ സബ്ട്രാക്ട് ചെയ്യുക. 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ്. സ്റ്റെപ്പ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൻ്റെ എണ്ണമാണ്, എത്ര തവണ സബ്ട്രാക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ എണ്ണമാണ് നമ്മുടെ സ്ക്വയർ റൂട്ട്. ഇനി കൗണ്ട് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വന്നില്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നാണ്. ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ഈസ് പ്രൈം ഫാക്ടറൈസേഷൻ. സോ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2 3 5 7 ദെൻ 11 13 ഇങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് പറയുന്നത്. സോ ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ 324 കൺസിഡർ ചെയ്യാം. 324നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 162. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 81. ദെൻ എഗെയിൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 27. വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 9. 3 കൊണ്ട് ചെയ്യുമ്പോൾ 3. എഗെയിൻ വിത്ത് 3 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 324ൻ്റെ സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2 × 2 × 3 × 3 × 3 × 3 ആണ് അല്ലേ? ഇതാണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് ഈ പറയുന്ന 324ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ കിട്ടിയ ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പെയർ ആക്കുന്നു. ഒരേപോലെയുള്ള നമ്പറിനെ പെയർ ആക്കുന്നു. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എനിക്ക് 3 പെയറാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പെയറിൽ നിന്ന് ഞാൻ ആദ്യത്തെ ഒരു നമ്പർ എടുക്കുന്നു.
രണ്ടാമത്തെ പെയറിൽ നിന്ന് വീണ്ടും ഒരു നമ്പർ എടുക്കുന്നു, മൂന്നാമത്തെ പെയറിൽ നിന്ന് ഒരു നമ്പർ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള 2 പെയർ ഓഫ് എനിക്ക് കിട്ടും അല്ലേ, ശരിയല്ലേ? ദിസ് വൺ ഇൻറ്റു അഗെയിൻ 1 more 2 3 3. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 × 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഓക്കെ, പിന്നെ എന്താണ് 2 × 3 × 3 എന്ന് പറയുന്നത് 18 ആണ്. സോ 18 സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? 324 എന്ന് പറയുന്നത് എന്താണ്? 18 സ്ക്വയർ ആണ്. സോ റൂട്ട് ഓഫ് 324 അപ്പോൾ എന്ത് വരും? ഇറ്റ്സ് 18. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത്. വേറൊരു നമ്പർ നോക്കുകയാണെങ്കിൽ 1156 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. അപ്പോൾ അഗെയിൻ യു ക്യാൻ ഡു വിത്ത് 2. അപ്പോൾ 578 കിട്ടുന്നു. അഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 289 കിട്ടുന്നു. പിന്നെ 3, 5, 7, 11 ഇതൊന്നും പോസിബിൾ അല്ല. നെക്സ്റ്റ് പോസിബിൾ ആയിട്ട് വരുന്ന പ്രൈം നമ്പർ 17 ആണ്. 17 × 17 ചെയ്യുമ്പോൾ നമുക്ക് 289 കിട്ടുന്നു. സോ 71. നമുക്ക് എങ്ങനെ എഴുതാം? 1156 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 2 × 2 × 17 × 17 എന്ന് എഴുതാം. അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പെയർ ചെയ്യുക അല്ലേ? സോ ഫസ്റ്റ് നെക്സ്റ്റ് പെയർ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു 2, സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്നൊരു 70. ഓക്കെ, ദ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാൻ 2 തവണ ഉണ്ട്. സോ 17 × 2 ഈസ് 34 സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1156ൻ്റെ റൂട്ട് എന്താണ്? ഇറ്റ്സ് 34. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യണം? നമ്മൾ മേക്ക് എ പെയർ ആക്കുക. ഓക്കെ, ഓരോന്നിനെയും പെയർ ആക്കുക. പെയർ ആക്കിയതിൽ നിന്ന് ഈച്ച് പെയറിൽ നിന്ന് ഓരോ നമ്പർ എടുക്കുക. സോ ആ നമ്പർ ആയിരിക്കും ആ നമ്പറിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വേറൊരു നമ്പറോട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2800 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് 2 ചെയ്യുമ്പോൾ 1400 കിട്ടുന്നു. അഗെയിൻ 2 ചെയ്യുമ്പോൾ 700 കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 350. അഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 175. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ 35 വരും. വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ 7 വരും. 71. ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതുക. 2800 എന്ന് പറയുന്നത് 2 × 2 × 2 × 2 × 5 × 5 × 7 എന്നാണ് അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്തിരുന്നത്? പെയർ ആക്കുക അല്ലേ? സോ പെയർ ആക്കി ഇവിടെ വന്ന് നോക്കുമ്പോൾ 7ന് പെയർ ഇല്ല. 7 ഒരു നമ്പറേ ഉള്ളൂ, അതിനൊരു പെയർ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഇങ്ങനെ പെയർ ഇല്ലാതെ വന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല എന്നുള്ളതാണ്. ഓക്കെ, പെയർ ഉണ്ടായിരുന്നു എങ്കിൽ അതെന്തായിരിക്കും? അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടും. ഇനി അതല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ ഇവിടെ എന്ത് പറയാം? 2800 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിന് എന്തുണ്ടായിരിക്കും? പെയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡായിട്ടുള്ള പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എസ്റ്റിമേഷൻ മെത്തേഡിലേക്ക് പോവാം. എസ്റ്റിമേഷൻ മെത്തേഡ് പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു ടേബിൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ക്വയർ റൂട്ടിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് ആണ്. 0 ആണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിലെങ്കിൽ സ്ക്വയർ റൂട്ടിൽ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ഓക്കെ, 1 ആണെങ്കിൽ 1ഓ 9ഓ ആകാം. 4 ആണെങ്കിൽ 2ഓ 8ഓ ആകാം. 9 ആണെങ്കിൽ 3ഓ 7ഓ ആകാം. ഓക്കെ, അതായത് 6 ആണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ 4 ആകാം, അല്ലെങ്കിൽ 6 ആകാം യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സാണ്. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൻ്റെയും നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൻ്റെയും എസ്റ്റിമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഫസ്റ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് 1936ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, 1936ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഇതിനായിട്ട് 1936 എന്ന് പറയുന്ന നമ്പറിൻ്റെ അതിനേക്കാളും വലിയ ഒരു സ്ക്വയർ നമ്പർ നോക്കുക. അപ്പോൾ നമുക്ക് അതിനേക്കാളും വലിയൊരു സ്ക്വയർ നമ്പർ നമുക്ക് ഈസി ആയിട്ടുള്ള എന്താണ് 50 സ്ക്വയർ എന്ന് പറയുന്നത് 2500 ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അതിനേക്കാളും ചെറുത് വരുന്ന ഏതാണ് 40 സ്ക്വയർ എന്നുള്ള രീതിയിൽ 1600 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനേക്കാളും തൊട്ട് പിന്നിൽ, തൊട്ട് ബാക്കിലും തൊട്ട് ഫ്രണ്ടിൽ വരുന്ന നമുക്ക് ഈസി ആയിട്ടുള്ള 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ 40 സ്ക്വയറും 50 സ്ക്വയറും എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് എന്തറിയാം, ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഈ 2 നമ്പറിൻ്റെ 2500ൻ്റെയും 2500ൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെയും 1600ൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെയും ഇടയിലായിരിക്കും 1936 എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ 1600 എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ് 40 ആണ്. 2500 എന്ന് പറയുന്നതിൻ്റെ 50 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 40ക്കും 50ക്കും ഇടയിലാണ് നമ്മുടെ ഈ പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് വരുന്നത് എന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് 6 ആണ് വന്നിരിക്കുന്നത് അല്ലേ. യൂണിറ്റ് ഡിജിറ്റിൽ സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 6 വന്നാൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഏതൊക്കെ നമ്പർ ആയിരിക്കും വരിക? 4ഉം വരാം 6ഉം വരാം. 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 40ക്കും 50ക്കും ഇടയിലാണ്. 40ക്കും 50ക്കും ഇടയിൽ യൂണിറ്റ് ഡിജിറ്റ് 4ഉം 6ഉം വരുന്ന ആകെ 2 നമ്പേഴ്സേ ഉള്ളൂ അല്ലേ, 44ഉം 46ഉം. അപ്പോൾ ഇതിൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് ഇത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് നമുക്ക് 44 × 44 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 1936 എന്ന് കിട്ടും. അപ്പോൾ 1936ൻ്റെ സ്ക്വയർ റൂട്ട് 44 ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ക്ലിയർ ആണോ? ഇതാണ് ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട്. സോ അതുകൂടി നമുക്കൊന്ന് നോക്കാം. സോ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. സെയിം നമ്പർ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. 1936 നമ്മളിപ്പോൾ എടുത്ത അതേ നമ്പർ തന്നെ നമുക്ക് നോക്കാം. 1936ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ നമ്പർ തന്നു കഴിഞ്ഞാൽ ആ സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടിൽ എത്ര നമ്പർ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് നമ്മൾ ഈ സ്ക്വയർ നമ്പറിനെ 2 പാർട്ടാക്കുക, 2 പെയർ ആക്കുക. ഓക്കെ, ഫസ്റ്റ് പെയർ സെക്കൻഡ് പെയർ. ഈ 2 പെയർ ആക്കുമ്പോൾ എത്ര പെയർ ഉണ്ടോ ആ പെയറിൻ്റെ എണ്ണം ആയിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ടിലെ നമ്പേഴ്സിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പെയറാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്ക്വയർ റൂട്ടിൽ 2 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ 2 നമ്പർ ഉണ്ടായിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ടിൽ. ഇനി അത് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1936 എഴുതുന്നു. സോ 2 പെയർ ആക്കുന്നു. ഓക്കെ, ഫസ്റ്റ് 2 പെയർ ആക്കി ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഇമാജിനറി ലൈൻ പോലെ വരച്ചു. ഓക്കെ, ചെയ്യുന്നതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പെയറിലെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ഫസ്റ്റ് പെയറിലെ യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ ഏതാണ്? 6 ആണ് അല്ലേ. 6 സ്ക്വയർ നമ്പറിൽ യൂണിറ്റ് ഡിജിറ്റ് വന്നാൽ സ്ക്വയർ റൂട്ടിൽ ഏതൊക്കെയാണ് പോസിബിലിറ്റി? 4ഉം വരാം 6ഉം വരാം. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. നമുക്കത് രണ്ടും നോട്ട് ചെയ്യാം. 4ഉം ആകാം 6ഉം ആകാം. ഏതാണെന്ന് നമുക്കറിയില്ല, നമുക്ക് പോസിബിലിറ്റിയാണ്. 4ഉം ആകാം 6ഉം ആകാം. ഓക്കെ, ഇനി അടുത്ത സെറ്റിന് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനാണ്. രണ്ടാമത് നമ്മൾ 10th പ്ലേസ് കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡ് പെയർ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് പെയറിന് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന 19 എന്ന നമ്പറിനെ തൊട്ട് മുമ്പിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എഴുതുക. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 16 ആണ് അല്ലേ. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ അതിന് തൊട്ട് മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ ജസ്റ്റ് എബോവ് വരുന്ന നമ്പേഴ്സ് കൂടി കൺസിഡർ ചെയ്യുക. അതേതാണ്? 19ൻ്റെ ജസ്റ്റ് എബോവ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. ജസ്റ്റ് എബോവ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 25 ആണ്. 25. ഓക്കെ, അപ്പോൾ ഈ 2 നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും എഴുതുക. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ നമ്പർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ 10th പ്ലേസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ 10th പ്ലേസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
19 ആണ് നമ്മുടെ നമ്പർ. 19നേക്കാളും ജസ്റ്റ് ബിലോ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണ്? ജസ്റ്റ് ബിലോ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 16 ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടെൻസ് പ്ലേസിലെ നമ്പർ ഏതായിരിക്കും? 4 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ബിലോ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ. ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിലെ നമ്പർ. ഓക്കെ, രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് 19 എന്ന് പറയുന്ന നമ്പറിനേക്കാളും ഏതാണ് 16 ആണോ 25 ആണോ ക്ലോസർ എന്ന് നോക്കുക. 19 എന്ന നമ്പറിനോട് 16 ആണോ 25 ആണോ മോർ ക്ലോസർ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 16 ആണ് മോർ ക്ലോസർ അല്ലേ? 19 എന്ന നമ്പറിനോട് 16 ആണ് മോർ ക്ലോസർ. അപ്പോൾ 16 എന്ന് പറയുന്നത് 19നേക്കാളും സ്മോളർ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലെ സ്മോളർ നമ്പർ നമ്മൾ വൺസ് പ്ലേസ് ആയിട്ട് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? 19 എന്ന് പറയുന്ന നമ്പറിൽ 2 നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബിലോ ഉള്ള നമ്പറും ജസ്റ്റ് എബോവ് ഉള്ള നമ്പറും. അപ്പോൾ അതിൽ 2 നമ്പർ നോക്കുക. ഇവിടെ 19 എന്ന് പറയുന്ന നമ്പർ മോർ ക്ലോസർ ടു 16 ആണ് അല്ലേ? 16ൻ്റെ അടുത്താണ് 19 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ 16 എന്ന് പറയുന്നത് 19നേക്കാളും സ്മോളർ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലെ സ്മോളർ നമ്പർ നമ്മൾ ചൂസ് ചെയ്യുക. ക്ലിയർ? ഓക്കെ ആണോ? അതേപോലെ വേറൊരു നമ്പർ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. 3 2 4 9. ഓക്കെ, 3 2 4 9 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ 2 പെയർ ആക്കുന്നു. ക്ലിയർ? സോ 2 പെയർ ആക്കി നമ്മുടെ സ്ക്വയർ റൂട്ടിൽ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 2 പെയർ ആണ്, അതുകൊണ്ട് 2 നമ്പർ ഉണ്ടായിരിക്കും. ക്ലിയർ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് പെയറിലെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. അതിലെത്ര എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയറിൽ 9 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിൽ 3ഉം 7ഉം ആകാം. ഓക്കെ, സോ 1 ഓപ്ഷൻ ഈസ് 3, സെക്കൻഡ് ഓപ്ഷൻ 7. ചെറിയ നമ്പർ മുകളിലും വലിയ നമ്പർ താഴെ എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതണം നിർബന്ധമില്ല, ഏത് വേണേലും എഴുതാം. സോ നിങ്ങൾക്ക് ഈസി ഏതായിരിക്കും? ഇങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി കൺഫ്യൂസ് ഇല്ലാതെ ചെയ്യാൻ എളുപ്പം ഇതായിരിക്കും. ക്ലിയർ? അടുത്തത് സെക്കൻഡ് പെയർ നോക്കുക. സെക്കൻഡ് പെയറിൽ എന്താണ്? 32നേക്കാളും ജസ്റ്റ് ബിലോ ഉള്ള നമ്പർ നോക്കുക. അതേതാണ്? ജസ്റ്റ് ബിലോ ഉള്ള നമ്പർ എന്ന് പറയുന്നത് 25 ആണ് അല്ലേ? ജസ്റ്റ് ബിലോ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഈസ് 25, ഇറ്റ്സ് 5 സ്ക്വയർ. ജസ്റ്റ് എബോവ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 36 ആണ്, 6 സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ടെൻസ് പ്ലേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് പെയറിലെ സ്മോളർ നമ്പർ ഏതാണെന്ന് നോക്കുക. സെക്കൻഡ് പെയറിലെ 32നേക്കാളും ബിലോ വരുന്ന സ്ക്വയർ നമ്പർ 25 ആണ്, അതിൻ്റെ സ്ക്വയർ റൂട്ട്. സോ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ? ഓക്കെ, 32 എന്ന് പറയുന്ന സെക്കൻഡ് പെയർ എടുത്തു. സെക്കൻഡ് പെയറിലെ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് 5. ഇനി നമ്മൾ വൺസ് പ്ലേസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. വൺസ് പ്ലേസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 നമ്പേഴ്സ് ചെക്ക് ചെയ്യുക. 25ഉം 36ഉം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ 32 എന്ന് പറയുന്നത് 36നോട് ക്ലോസർ ആണ്. കറക്റ്റ് അല്ലേ? 32 എന്ന് പറയുന്നത് 36നോടാണ് ക്ലോസർ. 32ഉം 25ഉം തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്, പക്ഷേ 32ഉം 36ഉം തമ്മിലാണ് അടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 32 എന്ന് പറയുന്നത് 36 എന്ന് പറയുന്നത് 32നേക്കാളും വലിയ നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലുള്ള വലിയ നമ്പർ ചൂസ് ചെയ്യുക. സോ 57 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് 2 പെയർ ആക്കുക. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് പെയറിൽ നിന്ന് യൂണിറ്റ് ഡിജിറ്റ് സെലക്ട് ചെയ്യുക. യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ടിലെ യൂണിറ്റ് ഡിജിറ്റ് നമ്മളിവിടെ എഴുതുക. ദെൻ സെക്കൻഡ് പെയർ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് പെയറിലെ ജസ്റ്റ് ബിലോ ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പറും ജസ്റ്റ് എബോവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പറും എഴുതുക. ദെൻ ടെൻസ് പ്ലേസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ജസ്റ്റ് ബിലോ ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് ടെൻസ് പ്ലേസിൽ വരുന്നത്. ഇനി വൺസ് പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്പേഴ്സ് സ്ക്വയർ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ, അതായത് സെക്കൻഡ് പെയർ നമ്പർ ഏത് സ്ക്വയർ നമ്പറിനോടാണോ മോർ ക്ലോസർ എന്ന് നോക്കുക. അത് സ്മോളർ ആണ് എങ്കിൽ റൈറ്റ് സൈഡിലെ സ്മോളർ നമ്പർ ചൂസ് ചെയ്യുക. ബിഗർ ആണ് എങ്കിൽ റൈറ്റ് സൈഡിലെ ബിഗർ നമ്പർ ചൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ എസ്റ്റിമേഷൻ. ഇനി നമുക്ക് നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ എസ്റ്റിമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു, അതായത് 34, റൂട്ട് 34. സോ റൂട്ട് 34 സെലക്ട് ചെയ്യുകയാണെങ്കിൽ
√34 തൊട്ട് മുൻപിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഏതാണ്? √25 ആണ് അല്ലേ? അതുപോലെ ആഫ്റ്റർ വരുന്നത് √36 ആണ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, √34 ഈസ് ബിറ്റ്വീൻ √25 ആൻഡ് √36. √25 ഈസ് 5 ആണെന്ന് നമുക്കറിയാം. ദെൻ √36 എന്ന് പറയുന്നത് 6 ആണ്. അപ്പം നമ്മുടെ നമ്പർ 5നും 6നും ഇടയിലാണ്, ബട്ട് മോർ ക്ലോസർ ടു 6 ആണ് അല്ലേ? 5നും 6നും ഇടയിലാണ്, പക്ഷേ 36നോട് ഏറ്റവും അടുത്താണ് 34 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5 എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് എന്ത് പറയാം? ഒരു 5.34 എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5.8 ആണ് എന്ന് നമുക്ക് പറയാം, അസ്യൂം ചെയ്യാം. ഓക്കെ, 6നോട് മോർ ക്ലോസർ ആയതുകൊണ്ട് നമ്മൾ 5.8 എന്ന് എടുത്തു. ക്ലിയർ ആണോ? നമ്മൾ എഴുതുമ്പോൾ √34 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ന് എഴുതാൻ പാടില്ല. കാരണം എന്താണ്? ഇത് എക്സാക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ആണ് എന്നുള്ള രീതിയിൽ എഴുതുക. സോ ഈ ഒരു സിമ്പിളാണ്, ജസ്റ്റ് ഒരു കർവ് പോലെ ഇങ്ങനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് എന്ന് പറയുക. സോ അപ്രോക്സിമേറ്റ് ആയിട്ട് 5.8നോട് ഈക്വൽ ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? ഇത് എക്സാക്റ്റ് ഈക്വൽ അല്ല എന്നുള്ളതാണ്. ഓക്കെ, √34 എന്ന് പറയുന്നത് 5.8നോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ കണ്ടുപിടിക്കുക. സോ വേറൊരു മെത്തേഡിലൂടെയും ഇത് കണ്ടുപിടിക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇക്വേഷൻ പോലെ ഒരു ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 നമ്പേഴ്സ് ചൂസ് ചെയ്യാം. സോ 40, ഞാനിവിടെ 40 ഫസ്റ്റ് ചൂസ് ചെയ്യുന്നു. 40യുടെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതൊരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ റൂൾ അനുസരിച്ച് ആദ്യം എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ ജസ്റ്റ് ബിഫോർ ദ ഗിവൺ നമ്പർ. തന്നിരിക്കുന്ന നമ്പറിനേക്കാളും ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള സ്ക്വയർ നമ്പർ ഏതാണ്? 36 ആണ് അല്ലേ? 36ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 6 നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ദെൻ പ്ലസ് നെക്സ്റ്റ് എന്താണ്? ഗിവൺ നമ്പർ, തന്നിരിക്കുന്ന നമ്പർ 40 ആണ്, മൈനസ് പെർഫെക്റ്റ് സ്ക്വയർ ജസ്റ്റ് ബിഫോർ ദ ഗിവൺ നമ്പർ. ഈ നമ്പറിന് തൊട്ട് മുമ്പിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അതേതാണ്? 36 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ ഈ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ ഇക്വേഷനും 2 നമ്മൾ എഴുതണം. 2 കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, 2 ഇൻറ്റു രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നതും സെയിം ആണ്. സോ അതുകൊണ്ട് സെയിം നമ്പർ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് 6 പ്ലസ് 40 മൈനസ് 36 എന്ന് പറയുന്നത് 4 വരും. 4/12. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 76/12 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 6.3. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ഏകദേശം 6.3 ആണ് എന്ന് പറയാം. ക്ലിയർ ആണോ എങ്ങനെയാണ് ചെയ്തതെന്ന്? സോ കുറച്ചുകൂടി സിമ്പിൾ അല്ലേ നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ? അപ്പോൾ അത് വേറൊരെണ്ണം കൂടി നോക്കാം. √125. √125 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ചെയ്യേണ്ടത് √125ൻ്റെ ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 11 സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ്. ഓക്കെ, അപ്പോൾ ബിഫോർ ആയിരുന്ന നമ്പർ എന്ന് പറയുന്നത് 121 ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 11 വരും. 11 പ്ലസ് 125 ആണ് നമ്മുടെ നമ്പർ. ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 121 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 11. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 11 പ്ലസ് 4/22 എന്ന് എഴുതാം. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ 246/22, അതായത് 11.1 എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? അപ്പോൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചതെന്ന് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെയും നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെയും എസ്റ്റിമേഷൻ മെത്തേഡ് വഴി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ക്ലിയർ അല്ലേ? കൂടുതൽ നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കുറേ നമ്പർ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.